ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ കുഞ്ഞുമക്കൾ ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയുള്ളവരാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കിയ ഒരു ഫുഡാണ് ഞാനിന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് അമൃതം പൊടി, പിന്നെ നമ്മൾ തേങ്ങ അരമുറി തേങ്ങ മതി, പകുതി തേങ്ങ ചിരകി വെച്ചിരിക്കുന്നത്, പിന്നെ അത് പോയിട്ട് 5 മുട്ട എടുത്തിട്ടുണ്ട്, 3 റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ ഇനി മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി ആ അരച്ചെടുത്ത തേങ്ങ ഈ അമൃതം പൊടിയുടെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കൂടെ 5 മുട്ടയും പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ വിസ്ക് വെച്ചാണ് മിക്സ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ 3 റോബസ്റ്റ് പഴം എടുത്ത് വെച്ചത് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ആ പഴം ഇട്ട് കൊടുത്തിട്ട് ഉടയ്ക്കാതെ തന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പഴം ഉടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സാധാരണ നമ്മളൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് ഇത് സാധാരണ ദോശ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമുക്ക് കോരി ഒഴിച്ച് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചുട്ടിട്ട് മറിച്ചിടുന്ന സമയത്തിന് തന്നെ നല്ലൊരു മണം വരും. നമ്മുടെ അടുക്കള ഫുള്ള് നല്ല മണമായിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ് ഇത്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് കഴിക്കും. സാധാരണ ഫുഡ് വെറുപ്പൊക്കെ ഉള്ള പിള്ളേർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ലപോലെ ഫുഡ് കഴിക്കും. എൻ്റെ വാവയെ ഇത് കഴിച്ച് നല്ലപോലെ കഴിച്ച് അവനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ വയസ്സായ അമ്മച്ചി അപ്പച്ചനൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഫുഡിനോട് അത്ര താല്പര്യം ഉണ്ടാവില്ല. ഫുഡിനോട് വെറുപ്പുള്ളവരുണ്ടെങ്കിൽ അവർക്കും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. അവർക്കും ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇഷ്ടപ്പെടും. അപ്പം എൻ്റെ വാവ ഇത് കഴിക്കുന്നത് നമുക്ക് കാണാം. അവൻ്റെ കയ്യിൽ കൊടുത്തു നോക്കിയതാണ് കഴിക്കുമെന്നറിയാൻ. പിന്നെ വായിൽ വെച്ച് കൊടുത്തു. പിന്നെ അവന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവൻ ഒരു സൗണ്ട് ഉണ്ടാക്കും ഇങ്ങനെ കഴിച്ചിട്ട്. ഈ ദോശയ്ക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. നമുക്ക് കറിയില്ലാതെ തന്നെ ഈ ദോശ കഴിക്കാവുന്നതാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ്. നിങ്ങളത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.